നമ്മളുടെ മൂന്നാമത്തെ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നമ്മൾ ഒരുപാട് ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിനെ കുറച്ചും കൂടി ഡെപ്തിലേക്ക് എടുത്ത് പഠിക്കുന്നു എന്നുള്ളതാണ് ഈ മൊഡ്യൂളിൽ ചെയ്യുന്നത്. ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്നുണ്ടാകും, അതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഈ പ്രിൻ്റ് എഫ് SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ലേ. SQRT ഓഫ് 25 എന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് 5 എന്ന് കിട്ടും. SQRT യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ math.h എന്ന് പറഞ്ഞ ഹെഡർ ഫയൽ യൂസ് ചെയ്യേണ്ടി വരും എന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ എറർ അടിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? SQRT എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കോഡ് എഴുതിയിട്ടുണ്ടാവുക math.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മൾ include math.h എന്ന് പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കമ്പൈലർ SQRT എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കാണുമ്പോൾ നേരെ പോയി നോക്കുക, math.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലായിരിക്കും. അവിടെ ഉണ്ടാവും SQRT എന്ത് ചെയ്യണം എന്നുള്ളത്. അതുപോലെ printf printf എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യാനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി കമ്പൈലർ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിൻ്റെ ഉള്ളിൽ printf എന്താണ് ചെയ്യുന്നത് എന്നുള്ള ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ printf കാണുമ്പോൾ കമ്പൈലർ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് പ്രിൻ്റ് ചെയ്യുകയാണെന്നുള്ളത്. ഓക്കെ, അതാണ് പറഞ്ഞത്. stdio.h ഇല്ലാതെ printf എഴുതി കഴിഞ്ഞാൽ എറർ അടിക്കും, math.h ഇല്ലാതെ SQRT എഴുതി കഴിഞ്ഞാൽ എറർ അടിക്കും എന്ന് പറയാനുള്ളൊരു കാരണമാണിത്. അപ്പോൾ ഇവിടെ നോക്കിയേ, printf എന്ന് പറഞ്ഞൊരു സിംഗിൾ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് തന്നെ എനിക്ക് വളരെ എളുപ്പത്തിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിനെ കുറച്ചും കൂടി എളുപ്പമാക്കുന്നില്ലേ? നമ്മുടെ കോഡിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മുപ്പര് കുറച്ച് തരുന്നില്ലേ? അതാണ് നമുക്ക് മെയിനായിട്ട് ഫങ്ഷൻസിൻ്റെ ഒരു കാര്യം. റീയൂസബിലിറ്റി, വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ printfൻ്റെ ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ പിന്നീട് എവിടെയൊക്കെ എനിക്ക് പ്രിൻ്റ് ചെയ്യണോ അവിടെയൊക്കെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിച്ച് എനിക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ റീയൂസബിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. പിന്നെ കോഡിൻ്റെ ലെങ്ത്ത് കുറക്കാൻ പറ്റും. അതേപോലെ റെഡ്യൂസ് കോംപ്ലക്സിറ്റി കുറക്കാൻ പറ്റും. എന്താണ് ഈ കോഡിൻ്റെ ലെങ്ത്ത് കുറക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സപ്പോസ് ഒരു 1000 ലൈനുള്ള കോഡാണെന്ന് വിചാരിക്കുക. ആ 1000 ലൈനിൽ 100 ലൈനുള്ള കോഡ് റിപ്പീറ്റാണ്. അതായത് 100 ലൈനുള്ള കോഡ്സ് ഒരു 4 സ്ഥലങ്ങളിൽ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. ആക്ച്വലി ഒരു 100 ലൈനുള്ള കോഡ് എഴുതിയാൽ പോരെ? ഇതൊക്കെ ആക്ച്വലി ഡ്യൂപ്ലിക്കേഷനിലേ വരുന്നത്. ഇവിടെ ഇപ്പോൾ 400 ലൈൻ വന്നു, 1000-ൽ 400 ലൈൻ ഇത് തന്നെ വന്നു. ഈ 400 ലൈനിൽ 100 ലൈൻ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? 100 ലൈനുള്ള കോഡ് ഒരു സ്ഥലത്ത് എഴുതി വെക്കും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആവശ്യമുള്ള അപ്പോൾ ഈ 100 ലൈനുള്ള കോഡിനെ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് വിളിക്കുക മാത്രം ചെയ്യും. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഇപ്പം നമ്മൾക്ക് വാട്സപ്പ് വേണം. ഒരു ദിവസം ഞാൻ 10 പ്രാവശ്യം വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പ്രാവശ്യം വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യും, ബാക്കിയുള്ള ആവശ്യമുള്ള ടൈമിലൊക്കെ വാട്സപ്പിന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക മാത്രം ചെയ്യും എന്ന് പറയുന്നത് പോലെ നമുക്കിങ്ങനെ ഡ്യൂപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ, അല്ലെങ്കിൽ കോഡിൻ്റെ ലെങ്ത്ത് കുറയ്ക്കുന്നത് വഴി എക്സിക്യൂഷൻ ടൈമും കോംപ്ലക്സിറ്റിയും കുറയ്ക്കാനൊക്കെയാണ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലാസ്സിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോ അത്ര ഡെപ്തിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് അതിനൊരു എക്സാമ്പിളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിന്. ഇനി അതിൻ്റെ ടൈപ്സ് 2 ടൈപ്സാണുള്ളത്. ഒന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ, മറ്റൊന്ന് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ലൈബ്രറി ഫംഗ്ഷൻ. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. യൂസറായിട്ട് ഡിഫൈൻ ചെയ്യാണ്. യൂസറായിട്ടൊരു ഫംഗ്ഷന് പേര് കൊടുക്കുന്നു, ആ ഫംഗ്ഷൻ എന്ത് ചെയ്യണം എന്നുള്ളത് യൂസർ പറഞ്ഞു കൊടുക്കുന്നു, ആ ഫംഗ്ഷൻ എത്ര പ്രാവശ്യം വിളിക്കണം എന്ന് യൂസർ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ കൺട്രോളും യൂസറിൻ്റെ അണ്ടറിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുന്നൊരു പേരാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ, ലൈബ്രറി ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് ആ ഫംഗ്ഷന് കൊടുക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി ഉള്ളൊരു ഫംഗ്ഷനായിരിക്കും ആ ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ പറ്റി ഒന്നും പറയുന്നില്ല. ഞാനൊരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട്. അതിനൊരു എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ include stdio.h യൂസ് ചെയ്തു. ഇവിടുന്ന് തന്നെ മനസ്സിലാക്കുക, stdio.h എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡോട്ട് ഹെഡർ ഫയലാണ്. ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. printf scanf എന്ന് പറയരുത്. printfനും scanfനും വേണ്ടി മാത്രമല്ല, എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇൻപുട്ടിൽ ആരൊക്കെ വരും? scanf ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്, getchar ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്, gets ഒരു ഇൻപുട്ട് ഫംഗ്ഷനാണ്. ഇതൊക്കെ ഇൻപുട്ട് ഫംഗ്ഷൻ എക്സാമ്പിളായിട്ട് പറയാം. ഔട്ട്പുട്ട് ഫംഗ്ഷൻ printf ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്, putchar ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്, ദെൻ puts ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനാണ്. ഇതൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഫംഗ്ഷൻ പറയാം. അപ്പോൾ stdio.h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ printfനും scanfനും എന്നല്ല, എല്ലാ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷനും വേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് stdio.h. ഇനി int a, b, c. അപ്പോൾ a
ബി സി 3 സ്പേസ്. ദെൻ പ്രിൻ്റ് എഫ് എൻ്റർ 2 നമ്പേഴ്സ്. ദാ ഇവിടെ പ്രിൻ്റ് എഫ് യൂസ് ചെയ്തു. പ്രിൻ്റ് എഫ് ഒരു ലൈബ്രറി ഫംഗ്ഷനാണ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എന്തെങ്കിലും ഒരു മോണിറ്ററിൽ എന്തെങ്കിലും ഒരു സാധനം പ്രിൻ്റ് ചെയ്ത് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രിൻ്റ് എഫ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് എഫ് എൻ്റർ 2 നമ്പേഴ്സ് എന്ന് മോണിറ്ററിൽ കണ്ടു. കീബോർഡ് വഴി ഏതെങ്കിലും ഒരു നമ്പേഴ്സിന് എൻ്റർ ചെയ്തു. ആ എൻ്റർ ചെയ്ത നമ്പേഴ്സ് ഇപ്പോൾ 5ഉം 2 ആണെങ്കിൽ 5 എയിലും 2 ബിയിലും കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെച്ചു. ഇനി സി ഈക്വൽ ടു എ പ്ലസ് ബി. അപ്പോൾ എയിലുള്ള വാല്യൂ പ്ലസ് ബിയിലുള്ള വാല്യൂ. ഇപ്പോൾ 5 + 2 ചെയ്യുമ്പോൾ 7 കിട്ടി. ആ 7 ഞാൻ സിയിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്തു. പ്രിൻ്റ് എഫ് സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 7 ആയിരിക്കും എന്ത് ചെയ്യുക? ഔട്ട്പുട്ടിലേക്ക് വരിക. അപ്പോൾ ഇത് എൻ്റെ ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എക്സാമ്പിളാണ്. ഇനി ഇതെന്തുകൊണ്ടാണ്? പ്രിൻ്റ് എഫ് യൂസ് ചെയ്തു, സ്കാൻ എഫ് യൂസ് ചെയ്തു, എഗെയിൻ പ്രിൻ്റ് എഫ് യൂസ് ചെയ്തു. അതുകൊണ്ട് ഇതൊരു എക്സാമ്പിളാണ്. ഇനി ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാം. ആഷ് ഇൻക്ലൂഡ്. കുറച്ച് വലിയ എക്സാമ്പിൾ എഴുതുന്നത് നല്ലതാണ്. ഇനി ഒന്നും എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. വോയിഡ് മെയിൻ ജസ്റ്റ് എന്ത് ചെയ്യുക? പ്രിൻ്റ് എഫിൻ്റെ ഉള്ളിൽ ഒരു ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യുക. ഇതും എന്തിന് എക്സാമ്പിളായിട്ട് എനിക്ക് പറയാം? ഇതും ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എക്സാമ്പിളായിട്ട് പറയാം. കാരണം ഹായ് എന്ന് പ്രിൻ്റ് ചെയ്യുന്നു, പ്രിൻ്റ് എഫ് യൂസ് ചെയ്തു. ഇതൊരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാം പ്രിൻ്റ് എഫ് ഈസ് എ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ ഇതൊരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ്. അതിന് ഡെഫിനേഷൻ ഉള്ളത് stdio.h എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാണ് ഫംഗ്ഷൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനും അതേപോലെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത്. ഇനി ബാക്കിയുള്ള പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? SQRT ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. സൈൻ ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. കോസ്, ടാന്, അതുപോലെ പിന്നെ strlen, strcat, strrev പോലെയുള്ള എല്ലാ സ്ട്രിങ് ഫങ്ഷൻസും അതിന് എക്സാമ്പിളാണ്. പ്രിൻ്റ് എഫ്, സ്കാൻ എഫ്, പുട്സ്, ഗെറ്റ്സ് അങ്ങനെയുള്ള എല്ലാം എന്താണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, ഇനി മലോക്ക്, എമ്മലോക്ക്, അതേപോലെ സി അലോക്ക്, ഫ്രീ, അതുപോലെ പിന്നെ അലോക്ക്, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. എന്താ ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ? ഇതൊക്കെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഫങ്ഷൻസാണ്, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത കൺസെപ്റ്റ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് പറയാം? ഒരു പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ എക്സാമ്പിളായിട്ട് പറയാം.